ഈ ബാഗിന്റെ ഫീച്ചേഴ്സ് നോക്കി വാങ്ങിച്ചതാണേ. പിന്നെ എന്താ പിങ്ക് ഒക്കെ ഉണ്ടായിരുന്നു, പിങ്ക് കളറും അങ്ങനത്തെ ലൈറ്റ് കളേഴ്സ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പൊ ഞാൻ ഇന്ന് ആരും എടുക്കാത്ത ഒരു കണ്ടന്റ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുണ്ടല്ലേ. ആർട്ടിസ്റ്റ് ബാഗാണ് കേട്ടോ. ഇതാണെങ്കിൽ ഇപ്പൊ 2.5 വർഷത്തോളം പഴക്കമുണ്ട് കേട്ടോ. ഈ ബാഗിന് മോള് പ്രസവിച്ച സമയത്ത് വാങ്ങിച്ചതാ. എന്താ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച ബാഗാണ്. ഏകദേശം 1850 സംതിങ് അത്രയൊക്കെ ആയിട്ടുണ്ടായിരുന്നു തോന്നുന്നു കേട്ടോ. അത്ര നാളായി, എനിക്ക് ഓർമ്മയില്ല എത്ര രൂപ ആയെന്ന് കറക്റ്റ്. പിന്നെ ഫീച്ചേഴ്സ് ഒക്കെ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചതാണ്. പിന്നെ കുറേ ഉറകളുണ്ട്, അതാണ് കേട്ടോ എനിക്ക് മെയിൻ ആയിട്ട് ഇഷ്ടപ്പെട്ടത്. പിന്നെ ഇതിന് പല സൈസിന്റെ കളർ, പിങ്കും അങ്ങനെയുള്ള ലൈറ്റ് കളേഴ്സ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാനാണെങ്കിൽ എനിക്ക് തോളിയിടുന്ന രീതിയിൽ എനിക്കങ്ങനെ പിങ്ക് കളറിനോടൊന്നും വലിയ താല്പര്യം ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ഡാർക്ക് കളർ വാങ്ങിച്ചതാണ്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ പിന്നെ പറഞ്ഞാൽ മതി കേട്ടോ. ഞാനാണെങ്കിൽ ലിങ്ക് ഇട്ടുതരാം. നല്ല ബാഗാണ് കേട്ടോ, അത്യാവശ്യം നല്ല സ്പേസും ഉണ്ട്. നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന പോലെ യൂസ് ചെയ്യാം. അത് തന്നെ കേട്ടോ. അപ്പൊ നമുക്ക് ഈ ബാഗിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം കേട്ടോ. ഞാനത് വയനാട്ടിൽ നിന്ന് വന്നപ്പോൾ എടുത്ത് വെച്ചതാണ്. പിന്നെ ഞാൻ ഇതാണെങ്കിൽ എടുത്തിട്ടുണ്ട് ഇടയ്ക്ക് പിള്ളേരെ മറ്റേ പോളിയോ കാർഡ് എടുക്കാൻ വേണ്ടിയിട്ട്, അല്ലാതൊന്നും എടുത്തിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയുണ്ടെന്ന്. ഇത് ഞാൻ ഏതോ കാലത്തൊക്കെ എടുത്ത് വെക്കുന്ന സാധനങ്ങൾ, അല്ലാതെ ഞാൻ ഈ ബാഗ് നോക്കാറേ ഇല്ല. എവിടെയും പോകുമ്പോൾ എടുത്തുകൊണ്ട് പോവാന്നുള്ളതല്ലാതെ നോക്കാറില്ല. നമുക്കപ്പം ഇവിടെ ഒരു ഉറയുണ്ട് കേട്ടോ, അതിനകത്ത് എന്തൊക്കെയാന്ന് നോക്കാം. ഈ ഉറ തുറക്കുമ്പോൾ ഇതിനകത്ത് തന്നെ 2-3 ഉറയുണ്ട് കേട്ടോ ഉള്ളില്. ഇങ്ങനെ 2-3 ഉറയിട്ട് നല്ല എന്താ ഉപയോഗമുള്ള ബാഗായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ അങ്ങനെ എല്ലാ ദിവസവും എവിടെയും പോകുമ്പോൾ എടുക്കാം. മറ്റേ കുഞ്ഞുള്ളപ്പോഴാണെങ്കിൽ കുഞ്ഞിൻ്റെ ആണെങ്കിൽ എവിടെ പോയാലും ഈ ബാഗ് കൊണ്ടേ പോകത്തുള്ളായിരുന്നു കേട്ടോ. എൻ്റെ സന്തത സഹചാരി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ കൊണ്ടുവന്ന ബാഗായിരുന്നു. അപ്പം നമുക്കിതിനകത്ത് ആദ്യത്തെ ഉറയ്ക്കകത്ത് ഒരു മൗത്ത് വാഷ് ആട്ടോ. ആദ്യമേ ഇത് ഏതോ കാലത്ത് ഏട്ടൻ വാങ്ങിച്ചു വെച്ച മൗത്ത് വാഷാണ്. ഏട്ടൻ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് വാങ്ങിച്ചിട്ട് അവിടെ ഇവിടെ ഉള്ളപ്പോഴാണ് ഞാൻ. അപ്പം ഇതെടുത്തിട്ട് അങ്ങോട്ട് പോകുന്ന നേരത്ത് ഈ ബാഗിനകത്ത് എടുത്തിട്ടാണ്. പിന്നെന്താ കുറേ മോക്കാണെങ്കിൽ കുറേ മുടി ഉണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് ആ സമയത്ത് വാങ്ങിച്ച ബണ്ണുകളാട്ടോ. അതിനകത്ത് കുറേ ബണ്ണ് അവിടെ ഇവിടെയൊക്കെ കാണും. കാരണം അവിടെ മുടി കെട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഏട്ടന് മുടി കെട്ടുന്നൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ട് ബണ്ണിങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുക എവിടെയും പോകുമ്പോൾ. അതൊക്കെ ഉണ്ട് കേട്ടോ, നമുക്കിങ്ങനെ വെക്കാം. പിന്നെ ഒരു നെയിൽ പോളിഷ്. ഞാൻ അങ്ങനെ എപ്പോഴും നെയിൽ പോളിഷ് ഉപയോഗിക്കുന്ന ആളല്ല. നെയിൽ പോളിഷ് ഉപയോഗിച്ചാലും എനിക്കിങ്ങനെ ചിരണ്ടിക്കൊണ്ടിരിക്കണം കേട്ടോ. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഉപയോഗിക്കാറില്ല. റെഡ് എനിക്കങ്ങനെ പച്ചയും മഞ്ഞയും നീലയും ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ആകെ എനിക്കിഷ്ടം ഇങ്ങനെ റെഡേ ഉപയോഗിക്കാറുള്ളൂ. ചിലപ്പോൾ ഇൻട്രസ്റ്റ് ഒന്ന് എടുക്കും കേട്ടോ. അതായത് ഏട്ടൻ്റെ ഒരു ഐ ഡ്രോപ്സ് ആണ്. പിള്ളേരെ ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, മിക്കവാറും ഞങ്ങളുടെ തന്നെ സാധനങ്ങളായിരിക്കും കേട്ടോ. ഇതാണ് ഈ ഹോമിയോന്ന് വാങ്ങിച്ചൊരു മരുന്നാ, അത് കാശിയുടെ മരുന്നാണ്ടോ, ഗുളിക. ഈ ലിബാമൊക്കെ ഏതോ കാലത്ത് കേട്ടോ, പണ്ടത്തെയാ, ഒത്തിരി നാളായ ലിബാം. ഇതിന് കാലാവധിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും, അതൊക്കെ കളയാനായി. മറ്റേ സ്ട്രോബെറിയുടെ ലിബാം, അത് കളയണം. ഏട്ടൻ്റെ മൂക്കിലൊഴിക്കുന്ന മരുന്നാണ്. മറ്റേ ആ ചെവിയുടെ പ്രശ്നത്തോണ്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കിടന്നില്ലേ, ആ സമയത്ത് ഡോക്ടർ കുറിച്ച് കൊടുത്ത മരുന്നാണ്. അത് ഞാൻ എടുത്ത് പോകുമ്പോൾ എടുക്കും കേട്ടോ. ഇപ്പോൾ ഉപയോഗിക്കുന്നൊന്നുമില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ കൊടുക്കാമല്ലോ, അല്ലെ വാങ്ങിക്കാമല്ലോ കൈ വെച്ച്. ഇത് കാശിയുടെ അല്ല കുഞ്ഞിയുടെ ഡയപ്പർ ക്രീമാണ്. കാശിക്ക് ഞാനിത് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. കാശിക്ക് ഞാൻ ഡയപ്പറൊന്നും അങ്ങനെ സ്ഥിരം ഉപയോഗിക്കത്തില്ലായിരുന്നു. കുഞ്ഞിക്ക് അങ്ങനെ ഉപയോഗിക്കത്തില്ലായിരുന്നു. എന്നാലും നമുക്ക് മറ്റേ ബോക്സിൻ്റെ കൂടെ കിട്ടുമല്ലോ എല്ലാം കൂടെ, ഹിമാലയയുടെ കേട്ടോ. ഇത് ഡയപ്പർ റാഷ് ക്രീം. ഇത് ആ കാലത്ത് അങ്ങോട്ട് എടുത്ത് വെച്ചിരുന്നു, പറഞ്ഞിട്ടില്ല. ഇതെന്താ മറ്റേ കന്മഷി ഇടുമ്പം എഴുതി കൊടുക്കുന്നു. അത്രേ ഉള്ളൂ കേട്ടോ അതിനകത്ത്. പിന്നെ ഇവിടെ ഒരു സൈഡിലൊരു ഉറയുണ്ട്. ഇതിനകത്താണ്ട് എൻ്റെ ഒരു മോതിരം കണ്ടോ. ഈ മോതിരമൊക്കെ ഇതിനകത്ത് ഞാനെടുത്തിട്ട് ഓർമ്മയില്ല കേട്ടോ എപ്പോൾ എടുത്തിട്ടുന്ന്. നല്ല മോതിരം, പക്ഷെ ഇതിനകത്ത് ഇട്ടാൽ നശിക്കും. കാരണം അത് കാണാതിരുന്നാൽ. ഇത് അഗിയുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് വാങ്ങിച്ചതാട്ടോ. അങ്ങനെ ഞാൻ മോതിരപ്രിയൊന്നുമല്ല. പിന്നെ അത് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട് ഏട്ടൻ വാങ്ങിച്ചു തന്നെയാണിത്. നല്ല രസം ഇത് ഇങ്ങനെ മോതിരയിടാൻ. അങ്ങനെ ഞാൻ അങ്ങനെ ഇടാറില്ല, വല്ല ഒക്കേഷനിൽ ഇടുന്ന സാധനം. ഇതിപ്പം എനിക്ക് തോന്നുന്നു ഞാൻ കുടുവിൻ്റെ നിശ്ചയത്തിനാണ്ട് പോയിട്ട് വരുന്ന വഴിക്ക് അങ്ങോട്ട് എടുത്തിട്ടാണ് കേട്ടോ. നല്ല രസം ഇത്. ഇതിനകത്തിട്ടാ നാശം കേട്ടോ, കാരണം ഞാനിത് നോക്കാറേ ഇല്ലാത്തതുകൊണ്ട്. പിന്നെ ഇതിനകത്ത് കുറേ ക്രാബ്സ് കിടപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ കുഞ്ഞിയുടെ അല്ല, ഇതൊക്കെ എൻ്റെയാണ്. സ്ലൈഡ്
മറ്റേ ഇതില്ലേ വാട്ടർ ബലൂണ്, ആ വാട്ടർ ബലൂണാട്ടോ ഇത്. കണ്ടോ, ഇത് എന്നാ കുറേ നാൾ മുമ്പ് എങ്ങാണ്ട് വാങ്ങിച്ചതാ. സ്ലൈഡ്, വീണ്ടും സ്ലൈഡ്, ഒരു ക്രാബ്, പിന്നെ എന്താ ഒരു കമ്മൽ. ഇത് പണ്ടത്തെ കേട്ടോ, ഇതൊക്കെ പോയി, അങ്ങനൊരു കമ്മലൊന്നുമില്ല. ഇതുണ്ടോ വാട്ടർ ബലൂൺ. ഇത് ഞാൻ നേരത്തെ PT വെച്ചിട്ട് അവിടെ വയനാട്ടിൽ വെച്ചിട്ട് വാങ്ങിച്ചതാ കേട്ടോ. അതെനിക്കത് പിള്ളേർ വഴക്കുണ്ടാക്കിയപ്പോൾ ഞാൻ എടുത്തിട്ട് ഇതിനകത്ത് ഇട്ടതാണ്. പക്ഷെ ഇപ്പോഴാണ് ഞാനിത് കാണുന്നത്. ഞാൻ തിട്ടുവന്നു ഇപ്പോഴും ഈ ബാഗ് പരിശോധിക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ മനസ്സിലാക്കുന്നുണ്ട്. ബാഗ് നോക്കാറില്ല കേട്ടോ. ഇപ്പം ഞാൻ ഇങ്ങനെ ഒരു ബാഗിൻ്റെ എടുക്കാമെന്ന് ഓർത്തപ്പോഴാണെങ്കിൽ നമുക്ക് ഇതൊന്ന് നോക്കിയാലോ എന്ന് വിചാരിച്ചു കേട്ടോ. ഞാൻ പ്രത്യേകിച്ച് എടുക്കുകയോ വെക്കുകയൊന്നും ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ എടുത്തോണ്ട് വരും കേട്ടോ. അപ്പം നമുക്ക് മെയിൻ ഒറ തുറന്നു നോക്കാം കേട്ടോ. ഇതാ മെയിൻ ഒറ. അതെ, ഇങ്ങനെ ഉണ്ടോ. അവിടുന്ന് ഇവിടുന്നും ഓരോ സിബ് വരുന്നുണ്ട്, രണ്ടിടത്തുനിന്ന് ഓരോ സിബ് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ഇന്ന് തുറന്നിട്ട് നോക്കാം. അപ്പോൾ ഇതിനകത്ത് കുറേ ഫയൽസൊക്കെ സാധനങ്ങളൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ആ ഫയലൊക്കെ എടുത്ത് മാറ്റാം, എങ്കിലേ താഴോട്ട് നോക്കാൻ പറ്റും. ആദ്യമേ കുഞ്ഞിയുടെ മറ്റേ എക്സ്റേ എടുത്തില്ലേ, എക്സ്റേ എടുത്തതിൻ്റെ ഫയൽ, പിന്നെ ഡോക്ടറിൻ്റെ റിപ്പോർട്ടെല്ലാം അതിനകത്തുണ്ട് കേട്ടോ. ഇത് ഏട്ടൻ്റെ കേട്ടോ, ഏട്ടൻ്റെ ആ ചെവിയുടെ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കിടന്നപ്പോൾ ഉള്ള ആ ഡിസ്ചാർജ് ഷീറ്റും സമ്മറിയും സംഭവങ്ങളൊക്കെ. പിന്നാണ് നമ്മുടെ വണ്ടിയുടെ ടാറ്റ മോട്ടോഴ്സിൻ്റെ സർവീസ് ബുക്കാണ് കേട്ടോ. അത് അവിടെ നിന്ന് പോന്നപ്പം എടുത്തു വെച്ചതാണ് ഇതിനകത്തോട്ട്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ അമ്മയും കുഞ്ഞും. ഈ അമ്മയും കുഞ്ഞാൽ ഇതിനകത്തുനിന്ന് എടുത്തു കഴിഞ്ഞാൽ പിന്നെ വെക്കാൻ ഞാൻ ഭയങ്കര താമസമായിരിക്കും, എടുക്കാറേ ഇല്ല. നമ്മളിങ്ങനെ പോളിയോ വാക്സിൻ ഇപ്പം കുഞ്ഞിന് 10 മാസത്തിന് എടുക്കാൻ പോയായിരുന്നു കഴിഞ്ഞ ആഴ്ച. അപ്പോൾ അന്ന് എടുത്തിട്ട് പിന്നെ എടുത്തു വെച്ചതാണ്. 2 പേരുണ്ട്. വാക്സിനൊക്കെ ശരിയായിട്ട് എടുക്കുന്നുണ്ടെങ്കിൽ പറയണം കേട്ടോ. എല്ലാവരും വാക്സിൻ എടുക്കുക. പിള്ളേർക്ക് നോവെന്ന് പറഞ്ഞിട്ട് എടുക്കാതെ നിൽക്കുന്നതിനകത്ത് കാര്യമില്ല. എല്ലാവരും കറക്റ്റ് സമയത്ത് പോയി വാക്സിൻ എടുക്കുക കേട്ടോ. പിന്നെ എപ്പോഴും കാണുന്നത് പിള്ളേരുടെ ഡ്രസ്സ് ഞാൻ ഒന്നിൽ കൂടുതൽ ജോഡികൾ എടുക്കാറുണ്ട് കേട്ടോ. ഇതിനകത്ത് ഇപ്പം ഒരു ജോഡി വീതമേ ഉള്ളൂ, കാരണം ഞാൻ അതിനകത്ത് നിന്ന് ഇടയ്ക്ക് എടുത്തായിരുന്നു തോന്നുന്നു എവിടെ പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഇതിനകത്താണ്ട് കാശിയുടെ ഒരു ജോഡിയുണ്ട്. ഞാൻ എപ്പോഴും പിള്ളേർ 2-3 ജോഡി എടുത്ത് വെക്കാറുണ്ട് കേട്ടോ. ആവശ്യം വരാറുമുണ്ട്, വെക്കാറുമുണ്ട്. ആ കുഞ്ഞിയുടെ പിന്നെ ഒരു തോർത്തുണ്ട് കേട്ടോ. പിള്ളേരും കൊണ്ട് പോകുമ്പം തുടയ്ക്കും. പിള്ളേർക്കായാലും വലിയവർക്കായാലും ആർക്കായാലും ഉപയോഗപ്പെടുന്നവർക്കാണെങ്കിൽ തുടയ്ക്കാം. പിന്നെ ഏട്ടൻ്റെ ഒരു ചെക്ക്. ഈ ചെക്കൊക്കെ എപ്പോൾ എടുത്ത് വെക്കുന്നത് ഞാൻ കാണുന്നില്ല കേട്ടോ. വെറുതെ എന്തിനാ എടുത്ത് വെച്ചെന്ന് ആർക്കറിയാം. ഞാൻ കണ്ടില്ല കേട്ടോ. ഞാൻ ഇപ്പം ഏതൊക്കെ കാണുന്നത് ചെക്കൊക്കെ എടുത്ത് വെച്ചേക്കുന്നത്. പിന്നെ ഉള്ളത് എൻ്റെ ഒരു വാലറ്റ് കേട്ടോ. എനിക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള എൻ്റെ പേഴ്സാട്ടോ അത്. ഇതാണെങ്കിൽ 7 മാസത്തിലെ കുഞ്ഞിയുടെ സമയത്ത് 7 മാസത്തിന് അമ്മയച്ഛനൊക്കെ എന്നെ വിളിക്കാൻ വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. അഗിയുടെ കല്യാണത്തിന് അടുപ്പിച്ചായിരുന്നു എന്നെ വിളിച്ചുകൊണ്ട് വരുന്നത്. 7 മാസത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോക്ക് കേട്ടോ. ആ സമയത്ത് ഞങ്ങൾ വെറുതെ കറങ്ങാൻ വേണ്ടിയിട്ട് എല്ലാവരും കൂടെ കറങ്ങാൻ വേണ്ടിയിട്ട് പോയപ്പം ഞാൻ ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടമായത്. ഞാൻ കുറേ ഈ പറയുന്ന പോലെ ബാഗിൻ്റെ കാര്യം പറഞ്ഞ പോലെ നിറയെ ഉറയുണ്ട് ഇതിനകത്ത്. അതാട്ടോ എൻ്റെ ഹൈലൈറ്റ്. കണ്ടുണ്ടോ, നിറച്ച് ഉറയുണ്ട് ഇതിനകത്ത്. എന്താ പ്രധാനമായിട്ടും ഇതിനകത്തൊന്നുമില്ല. സിമ്മിൻ്റെ ഏതാണ്ടൊരു മുറി. പിന്നെന്താ, ആധാർ കാർഡ്. അയ്യോ, ഇത് ആധാർ കാർഡല്ല, ഇത് നമ്മുടെ ആരോഗ്യ ഇൻഷുറൻസിൻ്റെ കാർഡാണ്. ഇത് ID കാർഡ്. പിന്നെ ഹോസ്പിറ്റൽ മൗണ്ടസിനുള്ള ഇത് ഗ്രാമീൺ ബാങ്കിൻ്റെ ATM കാർഡ്. ഇത് പാൻ കാർഡ്. പാൻ കാർഡൊന്നും കാണിക്കണ്ടല്ലോ അല്ലേ, കാണിച്ചാലും വലിയ കാര്യമൊന്നുമില്ല. അത് സെൻറ്റ് ജോസഫിലെ കൂടുതലും പിള്ളേരുടെയും എൻ്റെയും ഹോസ്പിറ്റലിലെ കേട്ടോ ആധാർ കാർഡ്. പിന്നെ എൻ്റെ ATM കാർഡ്, കുറേ ATM കാർഡ്. ഇത് ATM കാർഡല്ല, ഇത് ഹോസ്പിറ്റലിലെ കേട്ടോ. അങ്ങനെ കുറേ കാർഡുകളായി പേഴ്സിനകത്തുള്ളത്. വേറെ ഒന്നുമില്ല, വേറെ ഒരു സാധനമില്ല പേഴ്സിൽ. പിന്നെന്താ, പിന്നെ ഇതിനകത്ത് മറ്റേ പിള്ളേരുടെ ബോട്ടിലില്ലേ, അതിനകത്തെ ആ സംഭവം. പിന്നെ ഇത് മറ്റേ ഔൺസ് മരുന്നാണെന്ന് കൊടുക്കുന്നത് അത്.
എപ്പോഴും കാണാതിരിക്കുന്ന സാധനങ്ങൾ കേട്ടോ. അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് എടുത്ത് വെച്ചേക്കുന്ന 2 മറ്റേ പിള്ളേരുടെ മരുന്നിൻ്റെ കൂടെ കിട്ടുന്നത് 2 ദിവസം കഴിയുമ്പോൾ പിന്നെ അത് കാണത്തില്ല. പിന്നെ തപ്പി നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ ബാഗിനകത്ത് എടുത്ത് വെച്ചേക്കും കേട്ടോ. മക്കൾ പുറത്ത് നല്ല കളി കേട്ടോ. കാശിയാണെങ്കിൽ ഉറങ്ങും, ആ സമയമാണ് ഞാൻ വീഡിയോ എടുക്കണം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് മാറ്റണം, കാരണം അവൻ എണീക്കുവാണെങ്കിൽ അറിയത്തില്ല. പിന്നെ കണ്ട് ഇത് എൻ്റെ ചീപ്പ്, കുഞ്ഞിയുടെ ചീപ്പ് ഇതിലെവിടെയുണ്ട്. ഇത് കുഞ്ഞിയുടെ ചീപ്പ്, ഞങ്ങളുടെ 2ൻ്റെ ചീപ്പ് കേട്ടോ. ഇതങ്ങനെ എടുക്കാറൊന്നുമില്ല, ചുമ്മാ ഭംഗിക്ക് വെച്ചേക്കുന്നേ ഉള്ളൂ. കുഞ്ഞിയുടെ ചീപ്പ് എടുക്കും കേട്ടോ. കുഞ്ഞിയുടെ ചീപ്പ് ഇടയ്ക്ക് എടുക്കും. ഈ ചീപ്പാണെങ്കിൽ നമ്മുടെ ആശുപത്രി കിടന്നപ്പോൾ വാങ്ങിച്ചതാണ്. ആശുപത്രി കിടന്ന് പച്ച വാങ്ങിച്ചു തന്നെ കേട്ടോ. അന്ന് എടുത്ത് വെച്ചത് അതിനകത്ത്. പിന്നെ നമ്മൾ എടുക്കില്ല, എവിടെയെല്ലാം പോകുമ്പോൾ എടുക്കാമല്ലോ. ചീപ്പ് തന്നെ. ഇത് പിള്ളേരെ ബേബി പൗഡർ ഞാൻ അങ്ങനെ ഇട്ട് കൊടുക്കാറില്ല കേട്ടോ. പിള്ളേർക്ക് വല്ല കന്മഷി അങ്ങനെ കരി എഴുതുവാണെങ്കിൽ അതിന് മേളിൽ കരി എഴുതാറുമില്ല. കരി എഴുതുവാണെങ്കിൽ അതിന് മേളിൽ ഇട്ട് കൊടുക്കും. അല്ല, ഞാൻ പൗഡർ യൂസ് ചെയ്യാറില്ല കേട്ടോ. പൗഡർ നല്ലൊരു സാധനം യൂസ് ചെയ്യാറില്ല പിള്ളേരുടെ ദേഹത്ത്. മോയ്സ്ചറൈസിങ് ക്രീം ആയാലും ചിലപ്പോഴെങ്ങാനും തോന്നുവാണെങ്കിൽ യൂസ് ചെയ്യുന്നല്ലാതെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കുഞ്ഞിയുടെ ഒരു ഹെയർ ബാൻഡ്, ഒരു ബണ്ണ്, അതൊക്കെ എപ്പോഴും കാണും കേട്ടോ ഇതിനകത്ത്. എവിടെയൊക്കെ കാണും ബണ്ണ്. അങ്ങനെ നമ്മുടെ ബാഗ് കാലിയായിക്കൊണ്ടിരിക്കുന്നു ഗൈസ്. ഏകദേശം കാലിയായിട്ടോ. ബാക്കി അകത്തുള്ളതെല്ലാം ഇവിടെ ഒരു ആളല്ലേ, അകത്തുള്ളതെല്ലാം കാലിയായിട്ടോ. അകത്തുള്ളതെല്ലാം കാലിയായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഉറങ്ങാൻ നമ്മൾ തുറന്നേക്കാം. ആദ്യം ലിപ്സ്റ്റിക്കാണേ. ഞാൻ അങ്ങനെ ലിപ്സ്റ്റിക്ക് ഭ്രാന്തിയൊന്നുമല്ല കേട്ടോ. ഒരുപാട് ലിപ്സ്റ്റിക്ക് യൂസ് ചെയ്യുന്ന ആളുമല്ല. ആകെയുള്ള ലിപ്സ്റ്റിക് എൻ്റെ കയ്യിൽ ഇപ്പം നിലവിൽ ആകെയുള്ള ലിപ്സ്റ്റിക്ക് ഇതാ കേട്ടോ, ഡാസ്ലർ. എനിക്കിഷ്ടം കേട്ടോ ഇത്. അങ്ങനെ യൂസ് ചെയ്യാറില്ല ഞാൻ. എവിടെയെങ്കിലും ഇടയ്ക്കെങ്ങാനും യൂസ് ചെയ്യണമെങ്കിലും യൂസ് ചെയ്യാറില്ല. ഇതിപ്പോൾ ഞാൻ പൊന്നു പറഞ്ഞിട്ട് വാങ്ങിച്ച ലിപ്സ്റ്റിക്ക്. അവൾ യൂസ് ചെയ്തിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് വാങ്ങിച്ചു. പിന്നെ വിക്സിൻ്റെ ഇൻഹേലർ. ഇതിനകത്ത് കുറേ കാർഡ്, ഇതൊക്കെ ആയിട്ടും കളയാൻ വേണ്ടി വെച്ചിരുന്ന കാർഡെല്ലാം കൂടെ എൻ്റെ ബാഗിനകത്ത് എടുത്ത് എനിക്കിഷ്ടം പോലെ സ്ഥലം ഉണ്ടെന്ന് വിചാരിച്ചിട്ടായിരിക്കും കേട്ടോ ഓൺലൈനിലാണ് ഇതിനകത്ത് കൊണ്ടുവച്ചത്. ക്രെഡിറ്റ് കാർഡും അല്ലാത്ത കുറേ കാർഡുകളാട്ടോ. ഏട്ടൻ്റെ പാൻ കാർഡും ഉണ്ട് എൻ്റെ കൂട്ടത്തിൽ. ഇത് കാണാതെ അറിയാതെ അങ്ങോട്ട് ഇരുന്നതാണേ. പാൻ കാർഡ് അവർ ഓർത്തിട്ടില്ലാന്ന് തോന്നുന്നു. ഒരു ഡോളോയുടെ മറ്റൊരെണ്ണേ ഉള്ളൂ. പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള കീസ് ഉണ്ടല്ലോ. നമ്മുടെ കാറിൻ്റെ കീ ഉണ്ട്. പിന്നെ ഇപ്പം ചേട്ടൻ്റെ ബൈക്കിൻ്റെ കീ ഉണ്ട് കേട്ടോ. ചേട്ടൻ്റെ ബൈക്കിന് 2 കീ ഒന്നിച്ചാൽ തന്നെ. അപ്പം അതിനകത്തൊരു കീ ഇത്. പിന്നെ നമ്മുടെ കാർ, ഇത് ഞങ്ങളുടെ വീട്ടിലെ അലമാരിയുടെ താക്കോലാട്ടോ. ഒരു താക്കോൽ അവിടെ അമ്മയുടെ കൊടുത്തിട്ടുണ്ട്, ഒരെണ്ണം താൻ്റെ കയ്യിൽ. അമ്മ എവിടെയും കൊണ്ട് കളഞ്ഞാൽ എനിക്ക് വേണമല്ലോ, അല്ലെ ഞാൻ എവിടെയും കൊണ്ട് കളഞ്ഞാൽ അമ്മയുടെ നിന്ന് വാങ്ങിക്കാമല്ലോ. അതുകൊണ്ട് അങ്ങനെ കൊടുത്തിട്ടാണ്. ഒരു സ്ലൈഡ്. പിന്നെ കണ്ടോ, അത് എൻ്റെ കാണുന്നുണ്ടോ, എൻ്റെ മാലയുടെ ചുട്ടിയാണ്. എൻ്റെ ചെറിയ മാലയുടെ ചുട്ടി. ഇത് ഏട്ടൻ്റെ ഒരു വാച്ചാണ്. വാച്ച് ഇതാക്കി കൊടുത്തിട്ട് വാച്ച് അത് ഇട്ടിട്ടൊന്നുമില്ല. എന്നാലും ഞാൻ എടുത്തോണ്ട് വന്നതാ, വേണമെങ്കിൽ ഇടാലോ എന്ന് വിചാരിച്ചിട്ട്. ഇതെൻ്റെ കൊലുസ് മൊത്തം പൊട്ടിപ്പോ എന്തോ പോയത് അതിനകത്ത്. സെറ്റിപ്പിനാട്ടോ പോയത്. സെറ്റിപ്പ് കണ്ടോ. എൻ്റെ കൊലുസ് പൊട്ടിപ്പോയതുകൊണ്ട് അതിനകത്ത് തന്നെ ഇട്ടേക്കുക. ഒരെണ്ണം എനിക്കൊന്ന് അവിടെ ഒരു കൊലുസ് ഒരു ജോഡിയേ ഉള്ളൂ. ജോഡിക്കകത്ത് ഒന്നേ ഉള്ളൂ. അതിനകത്ത് കുറേ 2-3-4 നാണയത്തുണ്ട്. പിന്നെ മറ്റേ കുഞ്ഞിയുടെ കാശിയുടെ ഹോമിയോയുടെ മരുന്ന് കാണിച്ചില്ല, അതിൻ്റെ കൂടെ കിട്ടിയൊരു ഹോമിയോ മരുന്ന് കേട്ടോ. അതൊക്കെ കളയാനായി, കാരണം അതിൻ്റെയൊക്കെ കാലാവധി ഉണ്ടല്ലോ. എനിക്കിനകത്ത് തന്നെ വെച്ചേക്കാം. അങ്ങനെ നമ്മുടെ ബാഗ് കാലിയാക്കി. അപ്പം അപ്പുറത്ത് കാശ് എണ്ണിട്ടുണ്ട്, നമുക്ക് എളുപ്പം തീർക്കാം കേട്ടോ ഇത്. പിന്നെ ബാഗിൻ്റെ ഇവിടെ ഒരു ചെറിയൊരു ഉറയുണ്ട് കേട്ടോ. ആ ഉറയ്ക്കകത്ത് ഒരു സ്ലൈഡിൻ്റെ പുറം ഭാഗം. ഇതെന്താ ഉത്സവത്തിനായിട്ട് വാങ്ങിച്ച സ്ലൈഡിൻ്റെ കേട്ടോ. അത് ഒറ്റ ട്രിപ്പ് ഇട്ടതേ ഉള്ളൂ, പോയി. ഈ സ്ലൈഡ് ഇളകിപ്പോയി. ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് ഞാൻ എടുത്ത് സൂക്ഷിച്ച് അയച്ചു കേട്ടോ. ഏതെങ്കിലും സ്ലൈഡ് ഇട്ടാൽ നമുക്ക് ഒട്ടിച്ചിട്ട് യൂസ് ചെയ്യാമല്ലോ എന്ന് പറഞ്ഞിട്ട് എടുത്ത് വെക്കുന്നതാണ്. പിന്നെ ഇന്നാണ് എടുത്ത് നോക്കുന്നത്. അതായത് സോക്സ് കാശിയുടെ കുഞ്ഞിയുടെ സോക്സാണ് ശരിക്കും. നമുക്കിനി കാശിക്ക് യൂസ് ചെയ്യാം. അത്ര ചെറുതായി ഉണ്ടോ. അതുപോലെ ഒരു സ്ലൈഡ്, മോനെടുക്കാന്ന് കരയുന്നുണ്ട് കേട്ടോ. നമുക്ക് എളുപ്പം തീർക്കാം. ഒരു സ്ലൈഡുണ്ട് കണ്ടോ. അത്ര ഉള്ളു കേട്ടോ അതിനകത്ത്. പിന്നെ ഉള്ളത് ഈ 2 ഉറയുണ്ട്. ഈ ഉറയ്ക്കകത്തൊരു സാധനമില്ല. ഈ ഉറയ്ക്കകത്താണെങ്കിൽ എന്തൊക്കെയുണ്ട്, സോക്സ് ആട്ടോ, ഏട്ടൻ്റെ സോക്സ്.
ഇതൊക്കെ എപ്പം കൊണ്ടിടുന്നു എനിക്ക് അറിഞ്ഞൂടാ. രണ്ട് സോക്സും വേറെ വേറെ ഇതിനകത്ത് കൊണ്ടിട്ടേക്കുന്നേ ഉള്ളൂ. പിന്നെ കുഞ്ഞിൻ്റെ വെള്ളം കുടിക്കുന്ന അടപ്പ്, പിന്നെ അതുപോലെ തന്നെ ആ നിബിളിൻ്റെ പല സൈസ് നിബിൾ ഇടത്തില്ല, അതിനകത്തൊരു നിബിള്. ഇത്രേ ഉള്ളൂ കേട്ടോ. ഇത്രയും സാധനങ്ങൾ ഈ ബാഗിനകത്ത് കൊണ്ട്. ഇത്രയൊന്നും അല്ല കേട്ടോ കൊള്ളുന്നത്, ഇത് കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. പിന്നെ ഞാൻ പറഞ്ഞു 2-3 ജോഡിയൊക്കെ ഞാൻ 2-3 ജോഡിയൊക്കെ ഞാൻ മിനിമം എടുക്കും പിള്ളേരുടെ. എവിടെയെങ്കിലും പോകുമ്പോൾ എന്തായാലും ആവശ്യം വരും. ഇവിടെ വെള്ളമാക്കിയും ഡ്രസ്സിനകത്ത് കഴിക്കാൻ തുടങ്ങിയാൽ പിന്നെ കഴിക്കുകയും അല്ലെങ്കിൽ പാൽ കുടിക്കുന്ന സമയത്ത് തന്നെ കമട്ടുകയൊക്കെ ചെയ്തിട്ട് ഞാൻ 2-3 ജോഡി മിനിമം വെക്കാറുണ്ട്. അപ്പോൾ ഇത് കുറച്ചേ ഉള്ളൂ സാധനങ്ങൾ, കാരണം എവിടെയെങ്കിലും പോകുമ്പോഴേ ഞാൻ ഫില്ല് ചെയ്യുന്നത് കേട്ടോ. ഇപ്പോൾ കണ്ടോ ബാഗിൻ്റെ ഈ ഡീറ്റെയിൽ ഒക്കെ അറിയണമെങ്കിൽ എനിക്കൊന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. ഞാൻ ഫുള്ള് ബാഗിൻ്റെ ഒരു ഹോളായിട്ട് ഞാൻ ചെയ്ത് കാണിക്കാം കേട്ടോ. നല്ല ബാഗാണ്, വേണ്ടവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ ഇന്നത്തെ വീഡിയോ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കാതെ തന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, അടുത്ത വീഡിയോ കാണുന്നവരെ ടാറ്റ ബൈ ബൈ, സീ യു.